ഇവിടെ വരുന്ന ഓരോ മക്കളെയും അമ്മ സ്നേഹത്തോടെ സ്വീകരിക്കുകയും അമ്മയുടെ കൃപദാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. എല്ലാവരെയും ഈ പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ഇവിടെ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു അത്ഭുതങ്ങളാണ്. 15 ദിവസമായിട്ട് ഈ ധ്യാനം കൂടി. ഈ കഴിഞ്ഞ 15ാമത്തെ ദിവസത്തിലെ ധ്യാനത്തിന് ശേഷം എനിക്ക് ജോലി കിട്ടി. അതിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ധ്യാനത്തിന് വരികയും ചെയ്തത്. അപ്പോൾ ഇനി ധ്യാനത്തിന് വരത്തില്ലേ? വരും. ജോലി കിട്ടുമ്പോൾ എങ്ങനെ വരുന്നത്? ജോലി കിട്ടുമ്പോൾ ഒന്ന് അറിയണമല്ലോ, കാര്യം അറിയണമല്ലോ അല്ലേ? ഒരു സൗകര്യത്തിൽ വരുമോ? എന്നാൽ എല്ലാവരും അനുഗ്രഹിച്ചത് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിങ്ങൾ വരുമോ ഇല്ലെന്നല്ല, ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. കാരണം നമുക്കൊരു ജോലി കിട്ടി നിങ്ങൾ സന്തോഷത്തോടെ പോകുന്നതാണ് ഇവിടുത്തെ വലിയ കാര്യം. അല്ലാതെ നിങ്ങൾ വരണം എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾ നന്മയിലേക്ക് വന്ന് നിങ്ങൾ പോകണം. നമുക്ക് പ്രിയപ്പെട്ടത്, നമുക്കൊന്നും നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യത്തിലും ഞാൻ ഈശോയുടെ നാമത്തിൽ പറയുകയാണ്, പണത്തെ സംബന്ധിച്ചോ നമ്മുടെ കാര്യത്തെ സംബന്ധിച്ചോ ഒന്നിനോടും നമുക്ക് ആഗ്രഹമില്ല. നിങ്ങളുടെ ആത്മാവ് രക്ഷപ്പെടണം, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കണമെന്ന് മാത്രമേ ഞാൻ ലക്ഷ്യമിക്കുന്നുള്ളൂ. അല്ലാതെ വേറെ ഒരു കാര്യം സാമ്പത്തികമായിട്ടോ നിങ്ങൾ ഒന്നും ഞാൻ ആരോടും പൈസ ചോദിക്കുന്നില്ല. അതൊന്നും നിങ്ങൾക്ക് എന്ത് വേണേലും ഇടുവോ ഇടാതിരിക്കുകയോ ഇഷ്ടം പോലെ ചെയ്യാം. പൈസയുടെ കാര്യത്തിലോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഇവിടെ നിർബന്ധമുള്ള കാര്യമല്ല. മറിച്ച് നിങ്ങളുടെ ആത്മാവ് രക്ഷപ്പെടണം, നിങ്ങൾ സ്വസ്ഥമാകണം, സമാധാനമാകണം എന്ന് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്ക് മറ്റുള്ളവരുടെ കാര്യം അറിയാൻ പാടില്ല. അതുകൊണ്ട് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നവർ ചിലവരൊക്കെ കൗൺസിലിംഗ് ഒക്കെ വന്നിട്ട് പൈസ വെച്ച് കിട്ടും. ഞാൻ അവിടെ വളരെ പ്രത്യേകമായിട്ട് നമുക്ക് പൈസയുടെ കാര്യങ്ങളൊന്നും ഇടപാടില്ല. പൈസയുടെ അല്ല വരുന്നത്. നിങ്ങൾ നന്മയായിട്ട് സമാധാനമായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് മറ്റുള്ള കാര്യങ്ങൾ മണി മോട്ടീവ് വന്നാൽ അനുഗ്രഹം കുറയും. അതുകൊണ്ട് നിങ്ങൾക്ക് സന്മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു കഴിയുമ്പോൾ ഉടനെ തന്നെ പൊടിയും തട്ടി പോകാതെ നന്ദി സൂചകമായിട്ടും കൂടി വന്ന് ഒരു 5 or 6 ശനിയാഴ്ച പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ അത് നല്ല കാര്യം. അല്ലാതെ വേറെ ഒന്നും നിങ്ങളുടെ കയ്യിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറയുകയാണ്. യേശു